നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വളരെ വിപുലമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ നന്നായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. നിപ്പയും കോവിഡും വന്നപ്പോൾ നമ്മുടെ അനുഭവം അതാണ് ഉണ്ടായത്. മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു നമ്മൾ, അതിനനുസരിച്ചുള്ള തീരുമാനം എടുത്ത് പ്രവർത്തിക്കുന്നു. പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വളരെ വിപുലമായതുകൊണ്ട് താഴെ തലത്തിൽ നമുക്ക് 3 ടയറായിട്ട് PHC, അതുപോലെ തന്നെ CHC, താലൂക്ക് ഹോസ്പിറ്റൽ, സെക്കൻഡ് ലെയറിൽ അതുപോലെ മെഡിക്കൽ കോളേജ്, ജില്ലാ ഹോസ്പിറ്റൽ, ഇതെല്ലാം ഉണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യാപകമായിട്ട് ഏർലി ഡിറ്റക്ഷൻ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പകർച്ചവ്യാധിയല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടായിട്ടുള്ള പൊല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് തിക്കിലി പോപ്പുലേറ്റഡ് ആണ് കേരളം. ഇത്രയേറെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് സാധാരണ വരാനിടയുള്ള ഒരു പ്രശ്നമാണിത്. കുളങ്ങളും ഇതുമൊക്കെ ധാരാളമായിട്ടുണ്ടതാനും. അപ്പൊ നമുക്ക് അതനുസരിച്ച് താഴേക്ക് ആളുകളെ, ഹെൽത്തിന്റെ വർക്കേഴ്സിനെ തന്നെ വിജിലന്റ് ആക്കാൻ സാധിക്കുന്നു. ഇപ്പൊ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തള്ളിക്കളയുന്നില്ല. മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ചിലപ്പോ അതിന് ഉദാഹരണം ബീഹാറിലൊരു ഈ ഹൈപ്പോഗ്ലൈസീമിയ വന്നിട്ട് 350 കുട്ടികൾ മരിച്ചുപോയി. അത് വളരെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഡിറ്റക്ട് ചെയ്യാത്തത് കൊണ്ടാണ് മരിച്ചുപോയത്. എന്നാൽ കേരളത്തിന്റെ പ്രത്യേകത അമീബിക് മസ്തിഷ്ക ജ്വരം വന്നപ്പോൾ ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോ എന്റെ ഉദാഹരണം പറഞ്ഞാൽ എന്റെ കൊച്ചുമകൾക്ക് പനി വന്ന സമയത്ത് മെഡിക്കൽ കോളേജ് SITയിൽ നിന്ന് അവർ പറഞ്ഞത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. നട്ടലിൽ നിന്ന് സ്രവം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. സാധാരണഗതിയിൽ തയ്യാറാവില്ല, നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ ലക്ഷണങ്ങളൊക്കെ ഏകദേശം, പക്ഷെ ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്ര വിപുലമായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉള്ളത് കേരളത്തിന്റെ ഒരു വിജയമാണ്. സ്വകാര്യ ആശുപത്രികളിലും ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാ സാധാരണക്കാരും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചേരില്ല. പലപ്പോഴും സാധാരണക്കാർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ അതുകൊണ്ടാണ് കേരളത്തിന് ഇത്തരം, നിപ്പയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിപ്പ വൈറസ് ബാധ നമ്മൾ സംശയിക്കുക മാത്രമല്ല, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരും നിർദ്ദേശിക്കാതെ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് അയച്ചു. നിപ്പയാണെന്ന് കണ്ടപ്പോൾ നമ്മൾ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ തീരുമാനിച്ചു. ഈ പോപ്പുലേഷൻ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കണ്ടെയ്ൻമെന്റ് വളരെ പ്രധാനമാണ്. ചില ആളുകൾ പറയും ഇത്തരത്തിലുള്ള വൈറസിനെയൊക്കെ അങ്ങോട്ട് പടരാൻ വിട്ടാൽ മതി, ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടും, മിറ്റിഗേഷൻ മെത്തേഡാണ് നല്ലതെന്ന് പറയും. പക്ഷെ നമ്മൾ അതിന് ആ പരീക്ഷണത്തിന് തയ്യാറായില്ല. കാരണം 2 ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് പകർച്ചവ്യാധി പെട്ടെന്ന് പടർന്നു പിടിക്കും. രണ്ടാമത്തത്, ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് പകർച്ചവ്യാധി വരുമ്പോൾ കൂടുതൽ ആളുകൾ മരണത്തിന് കീഴടങ്ങാൻ ഇടയുണ്ട്. അതാണ് നിപ്പയിലും കോവിഡിലും നമ്മൾ ഭയന്നത്. രണ്ടിലും നമുക്ക് ഈ കണ്ടെയ്ൻമെന്റ് അതുപോലെ തന്നെ ഐസൊലേഷൻ, ഇത് രണ്ടും നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാണുന്നത്. അതെ, ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഇപ്പൊ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടി ഈ രംഗത്ത് ഇടപെടണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോ നമുക്ക് നല്ല NABL അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുള്ള ലാബുകൾ തന്നെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വ്യാപകമായി നമുക്ക് കേരളത്തിൽ എവിടെയും കുളങ്ങളിലെ വെള്ളം ടെസ്റ്റ് ചെയ്തതിന് വിരോധമില്ല. മിക്കവാറും കുളങ്ങളിൽ നിന്നാണ് വരുന്നത്. കിണറും ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനകത്ത് മറ്റു തരത്തിൽ ഈ കോളി ബാക്ടീരിയ ഒക്കെ ഉണ്ട്, ഈ അമീബ മാത്രമല്ല. പക്ഷെ വളരെ വ്യാപകമായി കേരളത്തിൽ ഓരോ പഞ്ചായത്ത് തലത്തിലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വരാതിരിക്കാൻ അമീബ ഉണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് നടത്തുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത്, താഴെ തട്ടിലുള്ള ഹോസ്പിറ്റലുകളെ അടക്കം നമ്മൾ അങ്ങനെയാണ്. ഇപ്പം കോവിഡ് വന്നപ്പോൾ നമ്മൾ പനി ക്ലിനിക്കുകൾ സ്ഥാപിച്ചിരുന്നു ഈ ലക്ഷണം വരുമ്പോൾ. അതുപോലെ താഴെയുള്ള എല്ലാ ആശുപത്രികളിലും സ്വകാര്യ ഹോസ്പിറ്റലുകളിലടക്കം ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ അവിടെ കാണുമ്പോൾ അത് സംശയിക്കാനും അതിന് കൂടുതൽ പരിശോധനകൾ നടത്താനും, എല്ലാറ്റിനകത്തും ഇങ്ങനെ വലിയ ടെസ്റ്റൊന്നും നടത്തേണ്ട വരില്ല. പക്ഷെ ചില ലക്ഷണങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരാകുമ്പോൾ ഡോക്ടർമാർ സാധാരണ ചെയ്യുന്നുണ്ട്, ഈ നെഞ്ചിന് മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ, അപ്പോൾ പെടലിക്ക് നല്ല ശക്തമായ വേദനയുണ്ടെങ്കിൽ സംശയിക്കാവുന്നതാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അത് പ്രാഥമികമായി ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവയർനെസ് താഴേക്ക് എത്തിച്ചുകൊണ്ട് താഴെയുള്ള ഹോസ്പിറ്റലുകളടക്കം നല്ല വിജിലന്റ് ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വളരെ മോശമാണെങ്കിൽ ഈ അമീബയെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല. കുറെ ആളുകൾ മരിക്കും, ആർക്കും അറിയില്ല. കൂട്ടത്തോടെ ആകുമ്പം സംശയിക്കും ജനം.
അങ്ങനെ ഒരു പകർച്ചവ്യാധി അല്ല ഇത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു രോഗം ഉണ്ടായ ഒരാൾ മരിച്ചു, മറ്റൊരു സ്ഥലത്ത് ഒരു രോഗം ഉണ്ടായ ഒരാൾ മരിച്ചു, ഇതിന്റെ ലക്ഷണം കാണുന്നില്ലെങ്കിൽ പനി വന്ന് മരിച്ചുപോയി എന്നേ കരുതുള്ളൂ. പക്ഷെ നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് കേരളത്തിന്റെ മിടുക്കാണ്. പക്ഷെ അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലുള്ള പ്രിക്കോഷൻ സ്വീകരിക്കണം. അതിപ്പോ സ്വീകരിച്ചു വരുന്നുണ്ട്. അത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇത് വളച്ചൊടിക്കുകയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ആളുകൾക്ക് വേണ്ടത് വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭിന്നത ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ എന്നെ ചൂണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ അത് ശരിയല്ല. പക്ഷേ ഒരു ചോദ്യം സമർത്ഥമായി ചോദിക്കുന്നു, കേരളത്തിൽ എന്തെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും. അങ്ങനെ ചോദിക്കുമ്പം എനിക്ക് എന്താ മറുപടി പറയാൻ സാധിക്കുക? പക്ഷേ ചില മാധ്യമങ്ങൾ അത് എടുത്ത്, പ്രത്യേകിച്ച് മനോരമയോ മറ്റോ ആണെന്ന് ഓൺലൈനിൽ തോന്നുന്നുണ്ട്, വരാൻ സാധ്യതയുണ്ട് പുരുഷ മേധാവിത്വത്തിന്. ഇത് രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യമാണ്. ഒന്ന് വനിതാ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇല്ലെന്ന് പറയാനും പറ്റില്ല. എന്നാൽ സമീപ ഭാവിയിൽ അല്ലെങ്കിൽ നാളെ അത് ഉണ്ടാവണമെന്നോ ഉണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, ഇതെല്ലാം പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഒരാൾ ചോദ്യം ചോദിച്ചത്. അത് Q&A മെത്തേഡായിരുന്നല്ലോ. ചോദിച്ചത് എങ്ങനെയാണ് ഈ സമൂഹത്തിലെ പുരുഷ മേധാവിത്വത്തെ കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ പാർട്ടി തന്നെ പറയുന്നതാണ്, കേരള സമൂഹം ഇപ്പോഴും ഒരു പാർട്ടിയാർക്കൽ മൈൻഡുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായും സോഷ്യലിസത്തിലേക്കൊന്നും നീക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സോഷ്യലിസ്റ്റ് ആശയഗതി വെച്ച് CPM ഒക്കെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നതും ജന്മിത്ത് അവസാനിച്ചതും മനുഷ്യരുടെ അന്തസ് പൊതുവിൽ വർദ്ധിപ്പിക്കാനും സാധിച്ചത്. സ്ത്രീ പ്രശ്നത്തിലും നന്നായിട്ട് ഇടപെടാൻ സാധിച്ചു. വലിയ തോതിൽ സ്ത്രീകൾ പൊതു രംഗത്തേക്ക് കടന്നു വന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ കേരളത്തിലെ പഴയ ഫ്യൂഡൽ പാട്രിയാർക്കൽ മനോഭാവം അത് പൂർണ്ണമായി കേരളത്തിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ഈ പാട്രിയാർക്കൽ ആൺകൊയ്മ സ്വഭാവത്തിനെതിരെ ഇപ്പോഴും വലിയ തോതിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അതാണ് ഞാൻ ആ കോൺടെക്സ്റ്റ് പ്രത്യേകിച്ച് പറഞ്ഞത്. അതായത് ഈ ആൺകൊയ്മ മനോഭാവത്തിനെതിരെ ശക്തമായിട്ട് നമ്മൾ ഇനിയും നിലകൊള്ളണം. അല്ല, അതങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അതെ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവർ വലിയ സ്ഥാനം കൊടുക്കണ്ടേ സ്ത്രീകൾക്ക്? അവരൊന്നും അങ്ങനെ ഒരു ചർച്ചയെ അവിടെ സംഘടിപ്പിക്കുന്നില്ലല്ലോ. അതിനകത്ത് വളരെ തോതില്ല. അതിനകത്ത് സ്ത്രീകൾ തന്നെ പലപ്പോഴും ആ പാർട്ടിയുടെ മേധാവിത്വത്തിനെതിരായിട്ട് കലാപം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ CPM മാത്രം, CPM ആണ് ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്നത്. നോക്കൂ, 2 മന്ത്രിമാരുണ്ട് ഇപ്പോ CPM-ന്റെ. കോൺഗ്രസിന്റെ കാലത്ത് PCക്ക് അതെ 3 മന്ത്രിമാരുണ്ട്. CPI-യുടെ ഒരു മന്ത്രിയും കൂടി ചേരുമ്പോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ പരിഗണനയാണ് ഇടതുപക്ഷ പാർട്ടികളുടെ. എന്നാൽ നേരത്തെ MT പത്മേലം വന്നതിന് ശേഷം വേറെ ആരെങ്കിലും ഒരാൾ കോൺഗ്രസിനകത്ത് എത്ര അങ്ങനെയുള്ള സ്ത്രീകൾ, കഴിവുള്ള സ്ത്രീകളുണ്ട്, അവരാരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലല്ലോ. അപ്പൊ സാധാരണ അവനവന്റെ ഒരു കാലിലെ മന്ത് വെച്ചിട്ട് പറയുകയാണ്, 2 കാലിലെ മന്തും വെച്ചിട്ട് പറയുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു കാലിലും മന്തില്ല. ഞങ്ങൾ കൃത്യമായിട്ട് സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന, അസംബ്ലിയിലും അതുപോലെ പാർലമെന്റിലേക്കും ധാരാളമായിട്ട് കൊണ്ടുവരണം താല്പര്യമുണ്ട്. അങ്ങനെ പടിപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. Subscribe to One India and never miss an update.